നമ്മുടെ ഇടയിലൊക്കെ പലരും വിചാരിക്കുന്നൊരു കാര്യമുണ്ട്, 10ാം ക്ലാസ്സൊക്കെ പാസ്സാവാൻ ഇത്ര ബുദ്ധിമുട്ടാണെങ്കിൽ അതവിടെ വെച്ച് പഠിത്തം നിർത്തട്ടെ, അതിനുശേഷം തയ്യലിനോ മറ്റോ പോട്ടെ. പലപ്പോഴും പറയാറില്ലേ, പഠിക്കാനൊന്നും കൊള്ളില്ല, തയ്യലിന് പോട്ടെ. പക്ഷേ ഈ തയ്യൽ എത്രത്തോളം കലാചാരുത വേണ്ട തൊഴിലാണ്, എത്രത്തോളം നൈപുണ്യം വേണ്ടതാണ്. ഇതൊക്കെ ഉള്ളവർ ഉള്ളിൻ്റെ ഉള്ളിൽ കലാകാരനോ കലാകാരിയോ ആയവരെയാണോ നമ്മൾ അതിലേക്ക് വഴിതിരിച്ചു വിടുന്നത്? ഒന്നും ചെയ്യാനില്ലെങ്കിൽ ചെയ്യട്ടെ എന്നതുകൊണ്ട് മാത്രം. പക്ഷേ സ്വന്തം കഴിവുകൊണ്ട് ഓരോ മനുഷ്യനുമുള്ള ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും തുന്നിക്കൊടുത്ത എത്രയെത്ര മനുഷ്യർ നമുക്കിടയിൽ ഇപ്പോഴും വിജയിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്നുണ്ട്. വയനാടേക്ക് പോയാൽ അവിടെ മേപ്പാടി മാനിവയലുകാർക്ക് വേണ്ടി 35 വർഷമായ ഉടുപ്പുകൾ തുന്നുകയാണ് ടൈലർ പപ്പേട്ടൻ. റെഡിമെയ്ഡുകളുടെ കാലത്തും പഴയ അതേ പെട്ടിക്കടയിൽ പഴയ മോഡൽ തയ്യൽ മെഷീനുമായി പത്മനാഭൻ ജോലി തുടരുകയാണ്. കൽപ്പറ്റ മേപ്പാടി റോഡിലെ മാനിവയൽ എന്ന് പറഞ്ഞ ജംഗ്ഷനാണ്. അവിടെ ഒരു കുഞ്ഞി കട കണ്ടോ? ഇതാണ് പപ്പേട്ടൻ്റെ തുന്നൽ കട. 30 വർഷത്തിലധികമായി അദ്ദേഹം ഇവിടെ ഇരുന്ന് തുന്നുന്നു. കട തുറക്കാൻ പോകുന്നേ ഉള്ളൂ. ഫോൺ നമ്പർ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. വരുന്ന ആൾക്കാർക്ക് വിളിക്കാൻ വേണ്ടിയിട്ടാന്ന് തോന്നുന്നു. നമുക്കൊന്ന് വരാനായോ എന്നൊന്ന് ചോദിച്ചു നോക്കാം. ഹലോ, പപ്പേട്ട കട തുറക്കാനായോ? ഇപ്പം തുറക്കോ? ആയിക്കോട്ടെ, ഞങ്ങൾ കടേൻ്റെ മുന്നിലുണ്ട്. ശരി, എന്നാൽ വേഗം വന്ന് തുറക്കി. പപ്പേട്ടനല്ലേ? അതെ, ഞാനാണ് ഇപ്പൊ വിളിച്ചത്. പത്മനാഭൻ എന്നാണ് പേരില്ലേ? പപ്പേട്ടന്റെ തുന്നക്കട എന്ന് പറഞ്ഞു എന്നോട്. പപ്പേട്ടൻ എത്ര കൊല്ലായി ഇവിടെ? ഞാൻ ഇവിടെ 91-ലാണ് ഇവിടെ വരുന്നത്. ഈ കട തന്നെ? ഇത് തന്നെ ഈ സംവിധാനം. ഇത് അത് അപ്പുറത്ത് അവിടെ ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ അവിടുന്ന് അവർക്ക് ഇങ്ങോട്ട് ഇറക്കി കിട്ടേണ്ട കാരണം കൊണ്ട് ഇത് വേറൊരാളെ പറമ്പിലേക്ക് ഇട്ടതാ. രാവിലെ വിളക്ക് കത്തിച്ചു, പ്രാർത്ഥിച്ചതിൻ്റെ ശേഷമൊക്കെ എല്ലാം ചെയ്യുള്ളൂ. നമുക്ക് മാതാവുണ്ട് അപ്പുറത്ത്, അതാ മാതാവിനെയും തൊഴുത് എന്നിട്ട് നമ്മളോട് തുറക്കും. എല്ലായിടത്തും ഇപ്പോൾ പവർ മെഷീനായി, റെഡിമെയ്ഡുകളുടെ ഒക്കെ കാലമായി. അപ്പോൾ ഈ ഒരു കടയായിട്ട് പപ്പേട്ടൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇപ്പോഴും വർക്ക് എങ്ങനെയുണ്ട്? വർക്ക് ഇപ്പോൾ പൊതുവേ കുറവ് തന്നെയാണ്, മോശമാണ്. പിന്നെ നമ്മൾക്കിപ്പോൾ ഇനി പെട്ടെന്ന് ഇപ്പോൾ വേറൊരു സംവിധാനത്തിലേക്ക് പോകാനുള്ളൊരു എന്താ പറയുക, ഒരു സോഴ്സ് ഇല്ല എന്ന് തന്നെ പറയാമെങ്കിൽ. പിന്നെ കൂലിപ്പണിക്കൊക്കെ ഇറങ്ങണം, അതിനിപ്പോൾ ഒന്നും കഴിയില്ല, ആരോഗ്യമില്ല. ആദ്യമൊക്കെ ഇവിടെ ഇഷ്ടംപോലെ വർക്ക് ഉണ്ടായിരുന്നു. ഇവിടെ 3 പണിക്കാരുണ്ടായിരുന്നു ഞാനടക്കം. ഇതിനുള്ളിലൊരു മെഷീനും ഉണ്ടായിരുന്നു, 2 പണിക്കാർ വേറെ ഉണ്ടായിരുന്നു. അത് ഏകദേശം ഒരു 10 കൊല്ലത്തോളം ഞാൻ കൊണ്ടുപോയി മുന്നോട്ടേക്ക്. പിന്നെ കഴിഞ്ഞില്ല, പിന്നെ വർക്കും കുറഞ്ഞു. പിന്നെ ഈ തൊഴിൽ എല്ലാവരും ഉപേക്ഷിച്ച് പോവുക. ഒരു കുഞ്ഞുങ്ങളെ ബോൾസ് ഉണ്ണാനോ ബട്ടൺസ് വെക്കാനോ ഇത് പഠിക്കണം എന്നുള്ള താല്പര്യത്തിലും ആരുമില്ല. സ്ത്രീകൾ കുറേ ആൾക്കാരെല്ലാം വരുന്നുണ്ട്, അല്ലാണ്ട് നമ്മൾക്ക് പയ്യന്മാരൊന്നും കിട്ടാനേ ഇല്ല. പപ്പേട്ടൻ്റെ കസ്റ്റമേഴ്സ് ആരൊക്കെയാണ് ഇപ്പോൾ ഇവിടെ? ഇവിടെ ഉള്ള കുറേ ചുറ്റുവട്ടങ്ങളുള്ള വർക്കൊക്കെ നമ്മൾക്ക് കിട്ടും. പിന്നെ ഒന്നാമത് നമുക്ക് സൗകര്യങ്ങൾ ഇച്ചിരി കുറേ ഉന്നതികളൊക്കെ ഉണ്ടല്ലോ അല്ലേ അവിടെ മേലെ? അവരുടെ വർക്കൊക്കെ ഏറെക്കുറെ നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവരും അവർ. അപ്പോൾ ഒരു 3 ഷർട്ടിന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ, ഞാൻ അവിടെ ഇപ്പോൾ ഷർട്ട് 330-320 രൂപയൊക്കെ ടൗണിലൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ഇവിടെ ഈ ആദിവാസി മേഖലയൊക്കെ കൂടെ ആയത് കാരണം ആൾ നോക്കിയിട്ടൊക്കെ അങ്ങനെ പാവപ്പെട്ട ടീമിലൂടെ 250 രൂപ അത്രയൊക്കെ കൂലി നമ്മൾ കൂലി മേടിക്കുന്നുള്ളൂ. ആ ഒരു വിധത്തിൽ മുന്നോട്ട് പോകും. പറഞ്ഞാൽ മതി, ചെയ്തു നോക്കാം കേട്ടോ. എല്ലാ കുപ്പായവും അരമുളക് അയച്ച് പാവാട എല്ലാം ഇവിടെ കാട്ടിക്കും. മലയിൽ നിന്ന് ഇറങ്ങി വരും എപ്പോഴും? ഓ വരൂ, മലന്റെ എപ്പോൾ വരുവേ? വ്യാഴാഴ്ച, വെള്ളിയാഴ്ച, ശനിയാഴ്ച, ഞായറാഴ്ച എല്ലാം വരുവേ. ഇയാള് നല്ലോണമൊക്കെ തുന്നിത്തരലുണ്ടോ? എന്നോടൊരാള് പറഞ്ഞേ, പപ്പേട്ടന്റെ കടയിൽ പോയാല് ഷർട്ടൊക്കെ തുന്നാം, പക്ഷെ അതിന്റെ കൂടെ പപ്പേട്ടന്റെ കവിത കേൾക്കാതെ പോരുതെന്ന് പറഞ്ഞു. ഇരുളിൻ മഹാനിദ്രയിൽ നിന്നുണർത്തി നീ നിറമുള്ള ജീവിത പീലി തന്നു, എൻ്റെ ചിറകിനാകാശവും നീ തന്നു, നിന്നാത്മശിഖരത്തിലൊരു കൂടു തന്നു, ആത്മശിഖരത്തിലൊരു കൂടു തന്നു. അപ്പോൾ പപ്പേട്ടന്റെ തുന്നൽക്കടയിൽ വന്നാല് ഷർട്ടും തുന്നാം, കവിതയും കേൾക്കാം. അപ്പോൾ മാനിവയലിലെ ടൈലർ പപ്പേട്ടനോടൊപ്പം കമൽ, മാതൃഭൂമി ന്യൂസ്, വയനാട്.